ഷഹീനയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലെടുത്ത സഹോദരൻ ഷംസാദിന്റെയും സുഹൃത്ത് വിശാഖിന്റെയും വൈദ്യ പരിശോധന പൂർത്തിയായി പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട്. രാഹുൽ, പ്രതികളിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും വിവരങ്ങൾ ഇതിനകം പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? വൈദ്യ പരിശോധനയിൽ ഈ ആക്രമണം നടത്തുന്ന സമയത്ത് പ്രതികൾ മദ്യലഹരിയിലായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? തുടർ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തായാലും വ്യക്തിപരമായ തർക്കമുണ്ടായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതെന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സഹോദരിയുമായി വ്യക്തിപരമായ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ഈ മദ്യലഹരിയിൽ സുഹൃത്തുമായിരുന്ന ഘട്ടത്തിലാണ് വ്യക്തിപരമായ തർക്കമുണ്ടായത്. ആ തർക്കത്തിൽ സഹോദരിയെ പലതവണ മർദ്ദിച്ചു എന്ന് ഈ പ്രതി ഷംഷാദ് ആദ്യഘട്ടം മുതൽ സമ്മതിക്കുന്നുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ സഹോദരി കൊല്ലപ്പെട്ടു എന്നുള്ള ബോധ്യത്തിലല്ല ഈ പ്രതി ഇത്തരത്തിൽ മർദ്ദിച്ചു എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും അല്പസമയം മുൻപ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം മണ്ണന്തല സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയമുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഈ ഷംസാദ് ഉണ്ടായിരുന്നത്. ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു വിശാഖ് എന്ന സുഹൃത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരെ ഇപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് മദ്യപിച്ചു എന്നുള്ള ആരോപണമുണ്ടായിരുന്നു. മദ്യപാനം, ഇവർ ഉച്ച മുതൽ ഈ സുഹൃത്തുക്കൾ ആ മുറിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ആദ്യഘട്ട ചോദ്യം ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ പേരൂർക്കടയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വൈദ്യപരിശോധന നടത്തിയത്. മദ്യത്തിൻ്റെ അംശം തിരിച്ചറിയാം. എന്തായാലും കുറ്റം ആദ്യം സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇനി കാരണത്തിലേക്കുള്ള ചോദ്യം ചെയ്യാനുള്ളത്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വ്യക്തിപരമായ മർദ്ദിച്ചതെന്ന് പറയുന്നു. എന്തായാലും ഈ രണ്ടുപേർ വന്നാണ് ഈ സഹോദരനാണെന്ന് പറയുന്നു. കൃത്യമായ രേഖകളുടെ പേര് ഇപ്പോൾ പോലീസ് ആദ്യം ചോദിച്ചതുപോലെ എന്തിനിവിടെ മുറിയെടുത്തു? അവർക്ക് പോത്തൻകോട്ടെ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ഈ പറയുന്ന വട്ടപ്പാറയിലെ PMS ദന്ത ചികിത്സയ്ക്കായി പോകാമായിരുന്നു. എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഷഹീനയുടെ കാര്യം പറയുകയാണെങ്കിൽ 6 മാസം മുൻപാണ് അവർ വിവാഹബന്ധം വേർപെടുത്തി കുടുംബത്തിനോടൊപ്പം ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയത്, കുടുംബത്തോടൊപ്പം ചേർന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് അവർക്കുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഈ സുഹൃത്തിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പോൾ രണ്ടുപേരെ കൊണ്ടുവന്നതിൽ ഷംസാദിനൊപ്പമുള്ളത് സുഹൃത്ത് വിശാഖാണ്, ചെമ്പഴത്തി സ്വദേശിയാണ്. വിശാഖ് ഏത് ഘട്ടത്തിലാണ് എത്തിയത്? കൊലപാതകത്തിന് ശേഷം, മർദ്ദനത്തിന് ശേഷം ഈ പറയുന്നത് പോലെ മറവ് ചെയ്യാനാണോ വിളിച്ചു വരുത്തി, അതോ ഈ കൃത്യം നടക്കുന്ന സമയത്ത് അവിടെയുണ്ടോ? വിശാഖിന് എന്തെങ്കിലും ബന്ധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് ചോദ്യങ്ങൾ, ഈ കാരണം എന്താണെന്ന് വ്യക്തമായാൽ പിന്നീട് ഈ സുഹൃത്തിന് എന്ത് പങ്കായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യത്തിന് കൂടി ഉത്തരമുണ്ടാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ വ്യക്തിപരമായ കാരണമെന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോഴായാലും കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലേക്കല്ല, എന്തിനിവിടെ എത്തിച്ചു, ഇതെവിടെയാണെന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യവും മനോഭാവവുമായിരുന്നു ഷംസാദിനുണ്ടായിരുന്നത്. കാരണം അത്രമാത്രം മദ്യപിച്ചു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ തുടരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും വ്യക്തമായി മറുപടി പറയാൻ കഴിയുന്ന രീതിയിലാണോ ഇപ്പോൾ സഹോദരനുള്ളതെന്ന് അറിയില്ല. കാരണം ആദ്യം മാതാപിതാക്കൾ വന്ന് സഹോദരി രക്തം വാർന്നിട്ടുണ്ട്, നമുക്ക് ഡോക്ടറെ വിളിക്കണം, പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും കഴിയില്ല, അതൊന്നും ഞാൻ അനുവദിക്കില്ല എന്ന നിലപാടെടുത്ത ആളാണ്. പിന്നീട് പോലീസ് വന്ന് ചോദിച്ചപ്പോഴാണ് ഞാനാണ് മർദ്ദിച്ചതെന്ന് പറയുന്നത്. ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ സഹോദരിയുടെ ദേഹത്ത്, ഈ ഷഹീനയുടെ ദേഹത്തുണ്ട്. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇരുവരെയും മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹിമ, ശരി. പോത്തൻകോട് സ്വദേശിനി ഷഹീനയുടെ കൊലപാതകത്തിലാണ് സഹോദരൻ ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വൈദ്യ പരിശോധന പൂർത്തിയായി തിരികെ സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുഹൃത്ത് വിശാഖിന് ഇതിലുള്ള പങ്കിനെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ ജിനാഥാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.